100 വർഷങ്ങൾക്ക് മുൻപ് ഈജിപ്തിൽ വലിയ രീതിയിലുള്ള എക്സ്കവേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ നേതൃത്വം നൽകുന്നത് ഹെൻറി ഷെവരിയറാണ്. അവർക്ക് അവിടെ നിന്നും വിചിത്രമായിട്ടുള്ള 25ഓളം പീസുകൾ ലഭ്യമായിട്ടുണ്ടായിരുന്നു. ആ 25 പീസുകളും ഒരു പ്രതിമയുടെ പീസുകളാണെന്ന് മനസ്സിലാക്കി. പിന്നീട് വളരെയധികം പണിപ്പെട്ടിട്ടാണ് അതെല്ലാം ജോയിൻ ചെയ്ത് ഒരൊറ്റ പ്രതിമയുടെ രൂപത്തിലേക്ക് മാറ്റിയെടുത്തത്. ആ പ്രതിമയുടെ യഥാർത്ഥ രൂപം ആരെയും ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതിമയായിരുന്നു അത്. ഈജിപ്തിൽ നിന്ന് ഒരുപാട് പ്രതിമകൾ ലഭ്യമായിട്ടുണ്ട്. മിക്ക പ്രതിമകളും ഏതെങ്കിലും ഒരു രാജാവിൻ്റെയോ അല്ലെങ്കിൽ രാജ്ഞിയുടെയോ പ്രതിമയായിരിക്കും. ഫറോ എന്ന പേരിലാണ് ഈജിപ്തിലുള്ള രാജാവും രാജ്ഞിയും അറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതും ഒരു ഫറോയുടെ രൂപം തന്നെ ആയിരിക്കണം. പക്ഷേ ഇത് തീർത്തും വിഭിന്നമായിട്ടുള്ള ഒരു ഫറോ ആണ്. കാരണം ഈ ഒരു പ്രതിമയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ആണാണോ പെണ്ണാണോ എന്ന് പോലും പറയാൻ സാധിക്കുന്നില്ല. മനുഷ്യനാണോ എന്ന് ചോദിച്ചാൽ അതെ, മനുഷ്യനാണെന്ന് പറയേണ്ടി വരും. മനുഷ്യനല്ലേ എന്ന് ചോദിച്ചാൽ ആയിരിക്കില്ല, ഒരു പക്ഷേ ഒരു ഏലിയനാകാനുള്ള സാധ്യത ഉണ്ടെന്നും പറയേണ്ടി വരും. ആണാണോ പെണ്ണാണോ എന്ന് പറയാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവയവങ്ങൾക്കും വലിയ വ്യത്യാസം തന്നെയാണുള്ളത്. സാധാരണ മനുഷ്യൻ്റെ കൈയല്ല ഈ വ്യക്തിക്കുള്ളത്, കുറച്ചുകൂടെ നീളമുള്ള കൈകളാണ്. ആരാണ് ഈ വ്യക്തി? ശരിക്കും ഒരു ഏലിയൻ തന്നെയാണോ? ഏലിയൻ ആണെന്ന് വിശ്വസിക്കുന്ന നിരവധി ആളുകളുണ്ട്. അത്തരത്തിലുള്ള കോൺസ്പിറസി തിയറികൾ നിരവധിയുണ്ട്. അവർക്ക് അത് സാധൂകരിക്കുന്ന തരത്തിലുള്ള നിരവധി തെളിവുകളും ലഭ്യമായിട്ടുണ്ട്. നമുക്ക് വ്യക്തമായിട്ട് തന്നെ ഈ പ്രതിമയൊന്ന് പരിശോധിക്കാം. ഈ പ്രതിമയുടെ ചരിത്രത്തിലേക്ക് ഒന്ന് എത്തി നോക്കാം. ചരിത്രം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ വളരെയധികം വർഷം പിന്നിലേക്ക് പോകുന്നതാണ്. 3300 വർഷം പിന്നിലേക്ക്. അന്ന് ആ കാലഘട്ടത്തിൽ ഈജിപ്റ്റ് ഭരിച്ചിരുന്ന ഒരു ഫറവോ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് അമെൻഹോട്ടപ്പ് നാലാമൻ എന്നാണ്. അമെൻഹോട്ടപ്പ് എന്ന പദത്തിൻ്റെ അർത്ഥം അമൻ ദേവൻ തൃപ്തനാണ് എന്നാണ്. അമൻ ദേവൻ അത് ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ദേവൻ തന്നെയാണ്. സൂര്യദേവനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ദേവനാണ്. പക്ഷേ കൃത്യമായിട്ടുള്ള മുഖമുള്ള ഒരു ആരാധനാ രൂപിയാണ് ഈ അമൻ ദേവൻ. അതുകൊണ്ട് തന്നെ അമൻ ദേവൻ്റെ പേരിൽ നിരവധി ഫറോമാർ ഈജിപ്തിൽ ഉണ്ടായിട്ടുണ്ട്. അക്കൂട്ടത്തിൽപ്പെട്ട ഒരു ഫറോ തന്നെയാണ് ഈ ഫറോ. അദ്ദേഹത്തിന് അതിസുന്ദരിയായിട്ടുള്ള ഒരു രാജ്ഞിയും ഉണ്ടായിരുന്നു. ആ രാജ്ഞിയുടെ പേര് നെഫർട്ടിറ്റി എന്നാണ്. അവർക്ക് സൗന്ദര്യമുണ്ടെന്ന് മാത്രമല്ല, അവർ ഒരുപാട് കാര്യശേഷിയുള്ള ഒരു സ്ത്രീ കൂടിയായിരുന്നു. വളരെയധികം പവറുള്ള, അധികാരമുള്ള ഒരു സ്ത്രീ തന്നെയായിരുന്നു. ആ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് അങ്ങനെ അധികാരമൊന്നും ലഭ്യമാവുകയില്ല. അങ്ങനെ അധികാരം ലഭ്യമാകണമെങ്കിൽ അവർ ഒരു ഫറോ ആയിട്ട് മാറേണ്ടതാണ്. പക്ഷേ ഫറോ ആകാതെ തന്നെ ഈ ചക്രവർത്തിക്ക് അല്ലെങ്കിൽ ഫറോയ്ക്ക് തുല്യമായിട്ടുള്ള ശക്തിയുള്ള ഒരു വ്യക്തിയായിട്ട് ആ കാലഘട്ടത്തിൽ നെഫർട്ടിറ്റി നിലകൊള്ളുന്നുണ്ട്. അമെൻഹോട്ടപ്പ് അങ്ങനെ ഫറോ ആയിട്ട് മാറി. പക്ഷേ അത്ര സുഖകരമായിട്ടുള്ള ഒരു ഭരണമായിരുന്നില്ല അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നത്. അദ്ദേഹത്തിന് മാത്രമല്ല, ആ കാലഘട്ടത്തിലുള്ള ഫറോമാർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. അത് പ്രീസ്റ്റുമായിട്ട് അല്ലെങ്കിൽ പൂജാരിമാരുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒരു ഏകദൈവത്തെ ആരാധിക്കുന്ന ആൾക്കാരല്ല ഈജിപ്ഷ്യൻസ് ആ കാലഘട്ടത്തിൽ. അവർക്ക് ഒരുപാട് ദേവന്മാരുണ്ട്. ആ കാലഘട്ടത്തിൽ ഈജിപ്ഷ്യൻസിന് മാത്രമല്ല, ഏതൊരു സിവിലൈസേഷൻ എടുത്താലും അവിടെയെല്ലാം ഒരുപാട് ദേവന്മാരുണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ്. അവിടെ പ്രധാനമായിട്ടും 3 ദേവന്മാരാണ്. ആ 3 ദേവന്മാരും പരസ്പരം റിലേറ്റഡ് ആണ്. ട്രയാഡ് ഓഫ് ഗോഡ്സ് എന്ന പേരിലാണ് ആ 3 ദേവന്മാരും അറിയപ്പെടുന്നത്. നമ്മൾ ത്രിമൂർത്തികൾ എന്നൊക്കെ പറയത്തില്ലേ, അത്തരത്തിലുള്ള 3 ദേവന്മാർ. അതിലെ ഒരു ദേവൻ ഭർത്താവാണ്. ആ ഭർത്താവിൻ്റെ ഭാര്യയാണ് ഒരു ദേവത. 3ാമത്തെ ദേവത ഇവർ 2 പേരുടെയും മകനാണ്. അമുൻഡ്ര, മുട്ട്, കുൻസു എന്നൊക്കെയാണ് അവരുടെ പേര്. അമുൻഡ്രയാണ് ഭർത്താവ്. അമുൻഡ്രയുടെ ഭാര്യയാണ് മുട്ട്. അവരുടെ മകനാണ് കുൻസു. ഇവർ തമ്മിൽ വലിയ ബന്ധമുണ്ടെങ്കിലും ഇവരെ ആരാധിക്കുന്ന വ്യത്യസ്തരായിട്ടുള്ള ആളുകൾ തമ്മിൽ വലിയ രീതിയിലുള്ള പോരുണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിൽ നമുക്ക് അത്തരത്തിലുള്ള പോരുകൾ കാണാൻ സാധിക്കും. അത് ഏത് ജാതിയാണെങ്കിലും ഏത് മതമാണെങ്കിലും ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പരസ്പരം അടികൂടാറുണ്ട്. അത്തരത്തിലുള്ള അടികൂടൽ ഇവിടെയും സംഭവിക്കുന്നുണ്ട്. ഇവിടെ പ്രീസ്റ്റുമാർ തമ്മിലും അടികൂടുന്നുണ്ട്. അതായത് പൂജാരിമാർ. ഓരോ ദേവന്മാർക്കും പ്രത്യേകം പൂജാരിമാരുണ്ട്. അവരുടെ കീഴിലായിട്ട് താഴെയുള്ള പൂജാരിമാരുമുണ്ട്. ഇങ്ങനെയുള്ള ഈ 3 ദേവന്മാരുടെ വ്യത്യസ്തരായിട്ടുള്ള പൂജാരിമാർ തമ്മിൽ പരസ്പരം വഴക്കാണ്. അതുപോലെ ആളുകൾ തമ്മിൽ വഴക്കാണ്. രാജാവിന് ഭരിക്കാൻ വയ്യാത്തൊരവസ്ഥയാണ്. ഈ കാലഘട്ടത്തിലായിരിക്കാം അമെൻഹോട്ടപ്പിന് ഇത് പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കണമെന്നുള്ള ഒരു ചിന്ത വന്നത്.
അമൻഹോട്ടപ്പ് നാലാമൻ്റെ പേരിൽ തന്നെ ഈ 3 ദേവന്മാരിൽ ഒരു ദേവനുണ്ട്. ഫറോ എന്ന് പറയുന്നത് ഈ ദേവന്മാരുമായിട്ട് അടുത്ത ബന്ധമുള്ള ആൾ തന്നെയാണ്. ഒരാൾ ഫറോ ആയിട്ട് അധികാരത്തിലേറിക്കഴിഞ്ഞാൽ അയാൾ ദൈവമായിട്ട് മാറുന്നു എന്നാണ് അവിടുത്തെ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ അമുൻഹോട്ടപ്പ് അമുൻ ദൈവത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു ദേവൻ തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് മാറ്റുകയാണ് ഈ ഒരു പ്രശ്നത്തെ തുടർന്ന്. അദ്ദേഹത്തിൻ്റെ പേര് അക്കിനാറ്റൻ എന്ന് ആക്കിയാണ്. അധികാരത്തിലേറി വെറും 1-2 വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് ഈ പേര് മാറ്റുന്നത്. ഇങ്ങനെ പേര് മാറ്റുന്നതിന് വലിയ അർത്ഥങ്ങൾ തന്നെയാണ് ഉള്ളത്. ഈ ഒരു കാലഘട്ടത്തിൽ പലരും പേര് മാറ്റാറുണ്ട്. പക്ഷേ അങ്ങനെ പേര് മാറ്റിയതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. പക്ഷേ ആ കാലഘട്ടത്തിൽ ഈജിപ്ഷ്യൻ സിവിലൈസേഷനിൽ കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു. അവിടെ ഫറോ പേര് മാറ്റിക്കഴിഞ്ഞാൽ അദ്ദേഹം ആ ദൈവത്തെ തന്നെ തള്ളി പറയുന്നു എന്നാണ്. അദ്ദേഹം പുതിയൊരു ദൈവത്തെ സ്വീകരിച്ചു എന്നാണ്. അക്കിനാറ്റൻ എന്ന പേരാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. അക്കിനാറ്റൻ എന്ന പേരിൻ്റെ അർത്ഥം അറ്റൻ ദേവനെ പ്രീതിപ്പെടുത്തുന്നവൻ എന്നാണ്. ചരിത്രത്തിൽ അങ്ങനൊരു ദേവൻ ഉണ്ടായിട്ടേയില്ല. ഒരു ചരിത്ര രേഖകളിൽ നിന്നും അറ്റൻ എന്ന ഒരു ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ആ ഒരു ദൈവത്തിൻ്റെ ഒരു താരോദയം ഉണ്ടാകുന്നത് അക്കിനാറ്റനിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഗവേഷകർ പറയുന്നത് അക്കിനാറ്റൻ തന്നെ സ്വയം ഉണ്ടാക്കിയെടുത്ത ഒരു ദേവനാണെന്നാണ്. അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയ കലാപങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഒരു ദൈവരൂപമാണ്. അതാണ് അറ്റൻ ദേവൻ. പക്ഷേ അമുൻ ദേവനുമായിട്ട് വലിയ ബന്ധമുണ്ട് ഈ അറ്റൻ ദേവന്. കാരണം അമുൻ ദേവൻ എന്ന് പറയുന്നത് സൂര്യദേവന് സമാനമായിട്ടുള്ള ഒരു ദേവനാണ്. അതായത് സൂര്യനെ നമ്മൾ എങ്ങനെയാണോ ആരാധിക്കുന്നത്, ഇന്ത്യക്കാർ ആരാധിക്കുന്നത്, അതുപോലെയാണ് ഈജിപ്ഷ്യൻസ് അമുൻ ദേവനെ ദേവനായിട്ട് അംഗീകരിച്ച് ആരാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് അറ്റൻ ദേവനും. അറ്റൻ ദേവനും സൂര്യഭഗവാൻ തന്നെയാണ്. പക്ഷേ ഈ അറ്റൻ ദേവന് കൃത്യമായിട്ടുള്ള ഒരു മുഖമോ ഒന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ലോഗോ എന്ന് പറയുന്നത് ഒരു സൂര്യൻ്റെ ആ ഡിസ്ക് ഷേപ്പ് തന്നെയാണ്. ആ ഡിസ്ക് ഷേപ്പിൽ നിന്നും സൂര്യകിരണങ്ങൾ വരുന്നത് പോലുള്ള വരകൾ നമുക്ക് കാണാൻ സാധിക്കും. ആ വരകളുടെ അറ്റത്തായിട്ട് കൈകളുടെ ഷേപ്പ് നമുക്ക് കാണാൻ സാധിക്കും. നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് കൈകൾ ഉയർത്തുന്ന തരത്തിലാണ് ആ കൈകളൊക്കെ ഉയർന്നു നിൽക്കുന്നത്. അറ്റൻ ദേവൻ അങ്ങനെ പുതിയൊരു മതം തന്നെ സ്ഥാപിക്കുകയാണ്. അദ്ദേഹം പുതിയ നിയമങ്ങൾ ഇറക്കി. ഇനി ഈ പ്രീസ്റ്റിനൊന്നും നിലനിൽപ്പില്ല. അവരാരാധിക്കുന്ന ദൈവങ്ങൾ അത് ദൈവങ്ങളെ അല്ല, അല്ലെങ്കിൽ ആ ദൈവങ്ങൾക്കുമൊക്കെ മുകളിലുള്ള ദൈവങ്ങളുടെ ദൈവമെന്ന് പോലും വിശേഷിപ്പിക്കാൻ പറ്റുന്നതാണ് അറ്റൻ ദേവൻ. അതുകൊണ്ട് ഇനി ഈജിപ്തിൽ അറ്റൻ ദേവനെ മാത്രം ആരാധിച്ചാൽ മതി. അത് പറയുകയും നിയമം ഉണ്ടാക്കുകയും ചെയ്യുക മാത്രമല്ല അദ്ദേഹം ചെയ്തത്. അവിടെ ഉണ്ടായിരുന്ന മറ്റ് ദേവന്മാരുടെ എല്ലാ അമ്പലങ്ങളും അദ്ദേഹം നശിപ്പിക്കുകയുണ്ടായി. പ്രീസ്റ്റുകൾ വലിയ ശക്തർ തന്നെയാണ്. അവരുടെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ ധനമുള്ളത്. ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളതും ഈ പ്രീസ്റ്റുകളിൽ തന്നെയാണ്. പക്ഷേ സൈന്യം അത് ഫറോയുടെ കീഴിലാണ്. അതുകൊണ്ട് തന്നെ ഫറോയുടെ ഈ തീരുമാനങ്ങളെയൊക്കെ എതിർക്കാനായിട്ടുള്ള ശേഷി അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾക്കോ പ്രീസ്റ്റുകൾക്കോ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് വഴങ്ങി ജീവിക്കുക എന്നത് മാത്രമായിരുന്നു അവരുടെ മുൻപിലുള്ള മാർഗം. നിലവിലുണ്ടായിരുന്ന ക്ഷേത്രങ്ങൾ നശിപ്പിച്ചു എന്നതിനുപരിയായിട്ട് പുതിയതായിട്ട് പല ക്ഷേത്രങ്ങളും അദ്ദേഹം നിർമ്മിക്കാൻ തുടങ്ങി. അവിടുത്തെ പ്രതിഷ്ഠ അദ്ദേഹം തന്നെയായിരുന്നു. കാരണം ഈ ആറ്റൻ എന്ന് പറയുന്ന ദേവൻ അദ്ദേഹമാണെന്ന് കൂടി പ്രചരിപ്പിക്കുകയുണ്ടായി. അത് പ്രചരിപ്പിക്കേണ്ട ആവശ്യം തന്നെയില്ല. കാരണം അവിടെ ഭരിക്കുന്ന ഫറവോ എന്ന് പറയുന്ന വ്യക്തി അത് ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ തന്നെയാണ്. ദൈവം പുനർജന്മം എടുക്കുന്നു എന്നാണ് ആ ഫറവോ സ്ഥാനം ഏറ്റെടുക്കുന്നതിൻ്റെ അർത്ഥം തന്നെ. ഇതിനു പുറമെ ഒരുപാട് ഭരണ പരിഷ്കാരങ്ങളും അദ്ദേഹം നടപ്പിലാക്കുന്നുണ്ട്. അതുവരെ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ്റെ തലസ്ഥാനം തീബിലായിരുന്നു. എന്നാൽ അവിടെ നിന്ന് ഏതാണ്ട് 500 കിലോമീറ്റർ അകലെയുള്ള അബർണയിലേക്ക് ആ തലസ്ഥാന നഗരം മാറ്റി സ്ഥാപിക്കുന്നുണ്ട്. അക്കിനാറ്റൻ ഒരു വലിയ കവി കൂടിയായിരുന്നു. ഈ അറ്റൻ ദേവനെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരുപാട് കവിതകളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പ്രാർത്ഥനാ ഗീതങ്ങളെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ചില ഗവേഷകരൊക്കെ പറയുന്നത് ബൈബിളിലെ ചില സങ്കീർത്തനങ്ങളുമായിട്ട് ഇതിന് വലിയ ബന്ധമുണ്ടെന്ന് തന്നെയാണ്. അതായത് നിലവിലുള്ള മതങ്ങളെപ്പോലും സ്വാധീനിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ ആ കാലഘട്ടത്തിൽ അദ്ദേഹം കൊണ്ടുവന്നിരുന്നു. ഇപ്പോഴുള്ള മതങ്ങളൊന്നും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹം എഴുതി വച്ച പല കാര്യങ്ങളും പിന്നീട് ഉണ്ടായി വന്ന മതങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഏകദൈവ ആരാധന. അതിനു മുൻപെങ്ങും ആരും ഒരു ഏകദൈവത്തെ ആരാധിച്ചതായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ആദ്യമായിട്ട് ഒരു ഏകദൈവത്തെ കൊണ്ടുവന്നത് ഈ അക്കിനാറ്റൻ തന്നെയാണ്. പക്ഷേ ചില ഗവേഷകരൊക്കെ പറയുന്നത് ഇതൊരു ഏകദൈവമല്ല, മുമ്പ് പറഞ്ഞ ആ 3 ദൈവങ്ങൾക്ക് മുകളിലായിട്ടുള്ള ഒരു സുപ്പീരിയർ ആയിട്ടുള്ള ഒരു ദൈവമാണെന്നാണ്. പക്ഷേ അതിനെ നിരാകരിക്കുന്ന ഗവേഷകർ വേറെയുമുണ്ട്. ഏകദൈവത്തെ ആദ്യമായിട്ട് കൊണ്ടുവന്നത് അക്കിനാറ്റൻ തന്നെയാണെന്നും പറയുന്നുണ്ട്.
സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ട്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പഠനങ്ങൾ നടത്തുകയും അദ്ദേഹം അവസാനമായിട്ട് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ അതൊക്കെ ഉൾപ്പെടുത്തുകയും ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ അനുസരിച്ച് ഈ അക്കിനാറ്റൻ ദേവൻ്റെ സദസ്സിലുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് മോശ. ഈ മോശ പിന്നീട് അക്കിനാറ്റൻ്റെ മരണശേഷം അവിടെ നിന്ന് പലായനം ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിന് അവിടെ തുടർന്ന് നിൽക്കാൻ സാധിക്കുമായിരുന്നില്ല. അങ്ങനെ പലായനം ചെയ്ത് ഒരു മരുഭൂ പ്രദേശത്ത് എത്തിച്ചേരുകയും അവിടെയുള്ള ആളുകളെ സ്വാധീനിച്ച് ഒരു പുതിയ മതം തന്നെ സ്ഥാപിക്കുകയും ചെയ്തു. ആ മതമാണ് ജൂതമതമെന്ന് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നുണ്ട്. പക്ഷേ അതിനെ എതിർത്തുകൊണ്ട് ഒരുപാട് ഗവേഷകർ മുന്നോട്ട് വരുന്നുമുണ്ട്. അതിപ്പോഴും ഈ ഒരു കാലഘട്ടത്തിലും ഒരു വലിയ തർക്ക വിഷയമായി തന്നെ തുടരുകയാണ്. എന്തായാലും ഏകദൈവത്തെ ആരാധിക്കുന്ന നിലവിലുള്ള ഏറ്റവും പഴക്കമേറിയിട്ടുള്ള ഒരു മതം അത് ജൂതമതം തന്നെയാണ്. അതിന് ഈ അക്കിനാറ്റൻ ദേവൻ്റെ കവിതകളുമായിട്ട് അല്ലെങ്കിൽ അദ്ദേഹം കൊണ്ടുവന്ന നിയമങ്ങളുമായിട്ട് വലിയ ബന്ധം തന്നെയുണ്ട്. അക്കിനാറ്റൻ രാജാവിനെ ആർക്കും കണ്ടുകൂടായിരുന്നു. അവരുടെ ഫറോ തന്നെയാണ്. പക്ഷേ അദ്ദേഹം ജനങ്ങൾക്ക് എതിരെയായിരുന്നു, അവരുടെ വിശ്വാസങ്ങൾക്ക് എതിരെയായിരുന്നു. സ്വാഭാവികമായിട്ടും ആളുകൾക്ക് അദ്ദേഹത്തോട് വലിയ ദേഷ്യം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ദേഷ്യം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ പോലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള പല മാറ്റങ്ങളും അത് പിന്നീട് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ്റെ തന്നെ മാറ്റമായിട്ട് മാറുകയായിരുന്നു. ഉദാഹരണത്തിന് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള നെഫർട്ടിറ്റിയുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട്. ചരിത്രത്തിൽ അതിനു മുൻപ് ഒരിക്കലും ഇത്തരത്തിൽ ഒരു ചക്രവർത്തിനിയുടെയും ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടില്ല. അതിൻ്റെ കൊത്തുപണികളൊന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതിമകളൊന്നും സ്ഥാപിച്ചിട്ടില്ല. പക്ഷേ ഇത്തരത്തിൽ അദ്ദേഹം നെഫർട്ടിറ്റിയുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്തതിന് ശേഷം പിന്നീട് വന്ന ഫറോമാർ അവരുടെ ഭാര്യമാരുടെ ചിത്രങ്ങളും ഇത്തരത്തിൽ കൊത്തിവെക്കാൻ തുടങ്ങി. അക്കിനാറ്റിൻ്റെ രൂപം അത്തരത്തിൽ വിചിത്രമായിട്ടുള്ള രൂപമാകാനുള്ള കാരണം എന്താണ്? ഒരു കൂട്ടം ആളുകൾ പറയുന്നത് ഏലിയൻ തിയറി തന്നെയാണ്. മറ്റെവിടെ നിന്നോ ഇവിടെ ഭൂമിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള വ്യക്തിയാണ് അക്കിനാറ്റൻ. ആ ഏലിയൻ ഇവിടെ എത്തിച്ചേർന്നതിന് ശേഷം ഇവിടെ നിലവിലുണ്ടായിരുന്ന ദേവന്മാരെയും ദേവതമാരെയും ഒക്കെ നശിപ്പിച്ച് താനാണ് യഥാർത്ഥത്തിൽ ദേവനെന്ന് സ്വയം അവരോധിക്കുകയായിരുന്നു എന്നാണ് ഈ കൂട്ടർ പറയുന്നത്. പക്ഷേ ഗവേഷകരിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഇതിന് എതിരാണ്. അവർ പറയുന്നത് മറ്റു പല തിയറികളുമാണ്. ചിലർ പറയുന്നത് ഇത് ശരിക്കും നെഫർട്ടിറ്റിയുടെ ഒരു രൂപമാണ്. നെഫർട്ടിറ്റിയെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കോസ്റ്റ്യൂമിൽ ചിത്രീകരിച്ചിട്ടുള്ളതാണ്. അങ്ങനെയാണ് ഇത് പറയപ്പെടുന്നത്. പക്ഷേ മറ്റു ചില ഗവേഷകർ പറയുന്നത് അക്കിനാറ്റിൻ്റെ തന്നെ രൂപമാണ്. അദ്ദേഹത്തിന് പലതരത്തിലുള്ള അസുഖങ്ങളുണ്ടായിരുന്നു. ആ അസുഖങ്ങൾക്ക് പിന്നിലുള്ള കാരണം ഈ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഉണ്ടായിരുന്ന ചില അനാചാരങ്ങൾ തന്നെയാണ്. അധികാരം കൈവിട്ട് പോകാതിരിക്കാൻ വേണ്ടി സഹോദരിയും സഹോദരനും പരസ്പരം വിവാഹം ചെയ്യുന്നതാണ്. അവർക്ക് കുട്ടികൾ ഉണ്ടാകുന്നതാണ്. അത്തരത്തിലുള്ള വിവാഹത്തിലൂടെ ഉണ്ടാകുന്ന കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള പല അസുഖങ്ങളും ഉണ്ടാകുമെന്ന് ഗവേഷകർ പറയുന്നുണ്ട്. പക്ഷേ അത് അങ്ങനെ തന്നെയാണെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള തെളിവുകളൊന്നും നമുക്ക് ലഭ്യമായിട്ടില്ല. അതിനു പുറമെ വേറെയും ചില തിയറികളൊക്കെ ഉണ്ട്. അദ്ദേഹം അറ്റൻ ദേവൻ്റെ പ്രതിപുരുഷനാണെന്നാണല്ലോ പറയുന്നത്. അറ്റൻ ദേവൻ ഒരു സ്ത്രീയും പുരുഷനും കൂടിച്ചേർന്നതാണെന്ന് പറയപ്പെടുന്നു. ആ സ്ത്രീയും പുരുഷനും കൂടിച്ചേർന്നിട്ടുള്ള ആ ദേവൻ സൃഷ്ടിച്ചതാണ് ഈ ഭൂമി അല്ലെങ്കിൽ ഈ പ്രപഞ്ചം. അങ്ങനെയാണ് വിശ്വാസം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ദേവനെ സൃഷ്ടിക്കുമ്പോൾ സ്ത്രീയും പുരുഷനും ചേർന്നിട്ടുള്ള ഒരു രൂപത്തെ ആയിരിക്കുമല്ലോ സൃഷ്ടിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചില ചിത്രങ്ങളൊക്കെ കാണാറുണ്ട്. അതായത് പാർവതിയുടെയും ശിവൻ്റെയും ചിത്രങ്ങൾ ചേർത്തിട്ട് ഒരൊറ്റ ചിത്രമായിട്ട് ഉള്ള ഫോട്ടോസാണ് കാണുന്നത്. കലാകാരന്മാർ വരയ്ക്കുന്ന ചിത്രങ്ങളാണ്. അപ്പോൾ അത്തരത്തിൽ ആ കാലഘട്ടത്തിൽ നിർമ്മിച്ചിട്ടുള്ള പ്രതിമകളായിരിക്കാം ഇത്തരത്തിൽ പുരുഷനാണോ സ്ത്രീയാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്നത്. അപ്പോൾ അത്തരത്തിൽ സ്ത്രീയുടെയും പുരുഷൻ്റെയും രൂപം ചേർത്ത് വെച്ച് മനഃപൂർവ്വം നിർമ്മിച്ച ഒരു ചിത്രമായിരിക്കാം ഇത്. പക്ഷേ ഏറ്റവും കൂടുതൽ സാധ്യത അക്കിനാറ്റൻ്റെ അസുഖവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തിയറി തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കൈകളുടെ അസാമാന്യമായിട്ടുള്ള നീളമാണ്. സാധാരണ ഒരു മനുഷ്യനുള്ള നീളമല്ല. പക്ഷേ പല രോഗങ്ങൾ കൊണ്ട് അത്തരത്തിൽ കൈകൾക്ക് കൂടുതലായിട്ട് നീളം വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ തിയറിക്കാണ് കൂടുതൽ ബലമുള്ളത്. അക്കിനാറ്റൻ്റെ മരണശേഷം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രതിമകളും അദ്ദേഹത്തിൻ്റെ ക്ഷേത്രങ്ങളും ഒക്കെ നശിപ്പിക്കപ്പെടുന്നതാണ്. കാരണം അദ്ദേഹത്തെ കണ്ടുകൂടാ, അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത അദ്ദേഹത്തിൻ്റെ ദൈവത്തെ കണ്ടുകൂടാ. അദ്ദേഹത്തോട് വലിയ രീതിയിലുള്ള വെറുപ്പായിരുന്നു. അത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ മരണശേഷം ആ പ്രതിമകളും അമ്പലങ്ങളും ഒക്കെ നശിപ്പിക്കുന്നതാണ്. അങ്ങനെ നശിപ്പിച്ച് പഴയ ആ ട്രയാഡ്സിലേക്ക്, പഴയ ആ 3 ദേവീദേവന്മാരിലേക്ക് തന്നെ ഈജിപ്ഷ്യൻ സമൂഹം മടങ്ങിപ്പോകുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മരണശേഷം അധികാരം ഏറ്റെടുക്കുന്നത്, അടുത്ത ഫറോ ആയിട്ട് മാറുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള നെഫർട്ടിറ്റിയാണ്. പക്ഷേ നെഫർട്ടിറ്റിക്ക്
വളരെ കുറച്ചു കാലം മാത്രമാണ് ഭരിക്കാൻ സാധ്യമായത്. അതിനുശേഷം അവരുടെ മകനായിട്ടുള്ള തുറ്റൻഖാമനാണ് അധികാരം ഏറ്റെടുക്കുന്നത്. തുറ്റൻഖാമൻ അധികാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ ഉണ്ടായിരുന്ന അക്കിനാറ്റൻ്റെ പ്രതിമകളും ക്ഷേത്രങ്ങളുമൊക്കെ നശിപ്പിച്ച് പഴയ ആ ട്രയാഡ്സിൻ്റെ ക്ഷേത്രങ്ങളൊക്കെ പുനഃസ്ഥാപിക്കാനായിട്ട് തുടങ്ങിയത്. അദ്ദേഹം തന്നെ സ്വയം അമുൻ ദേവൻ്റെ ഒരു ആരാധകനായിട്ട് തന്നെ മാറുകയായിരുന്നു. അക്കിനാറ്റിനോട് വലിയ വെറുപ്പായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ആ വെറുപ്പ് പ്രകടിപ്പിക്കാൻ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ സാധ്യമായിരുന്നില്ല. പക്ഷേ ആളുകൾക്ക് വലിയ രീതിയിലുള്ള അരിശമുണ്ടായിരുന്നു. അപ്പോൾ ആ അരിശം എങ്ങനെയാണ് തീർക്കുക? മരണത്തെക്കാൾ കൂടി ഒരു ശിക്ഷ കൊടുത്തിട്ട് തന്നെയായിരിക്കും അത് തീർപ്പ് കൽപ്പിക്കുക. അതെന്ത് ശിക്ഷയാണ്? അങ്ങനെ ഒരു വ്യക്തി ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല എന്ന് തന്നെ വരുത്തി തീർക്കുക. എല്ലാ ആളുകളും ജീവിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് അവരുടേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ രേഖപ്പെടുത്തിയിട്ട് ഭൂമിയിൽ നിന്നും മാഞ്ഞു പോകണമെന്നാണ്. ഒരു സാധാരണക്കാരന് പോലും അത്തരത്തിലുള്ള സ്വപ്നങ്ങളുണ്ട്. അപ്പോൾ ഒരു ഫറോ ആയിട്ടുള്ള ഒരു ചക്രവർത്തിയായിട്ടുള്ള വ്യക്തിയുടെ സ്വപ്നം അതിനുമൊക്കെ അപ്പുറമായിരിക്കും. അവർ അവരുടെ ഭരണകാലഘട്ടത്തിൽ ചെയ്തു കൂട്ടുന്ന പല കാര്യങ്ങളും ഇത്തരത്തിലുള്ള ഒരു മേൽക്കോയ്മ ഭാവിയിൽ ലഭ്യമാകാൻ വേണ്ടി തന്നെയാണ്. അതങ്ങ് ഇല്ലായ്മ ചെയ്യാം. ആ വ്യക്തിയുടെ പേര് പ്രതിപാദിക്കുന്ന എല്ലാ രേഖകളും നശിപ്പിച്ച് കളയുക, അദ്ദേഹത്തിൻ്റെ പ്രതിമകളൊക്കെ തന്നെയും പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യുക, ക്ഷേത്രങ്ങളും അദ്ദേഹത്തിൻ്റെ ടൂമുമൊക്കെ നശിപ്പിച്ച് കളയുക. ഈ ഒരു പ്രക്രിയയിലേക്കാണ് കിടക്കുന്നത്. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പരിവേഷണത്തിലൂടെ സത്യം വെളിയിലേക്ക് വരികയായിരുന്നു. അഖിനാറ്റൻ എന്ന് പറയുന്ന ഒരു ഫറോ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്നും അദ്ദേഹത്തിന് എല്ലാ ഫറോമാരിൽ വെച്ച് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ചരിത്രമുണ്ടായിരുന്നു എന്നും ഗവേഷകർ മനസ്സിലാക്കി. അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ ശരിക്കും ലോകം തന്നെ ഏറ്റെടുക്കുകയായിരുന്നു. മനഃപൂർവ്വം ഏറ്റെടുത്തതല്ല, ഒരുപക്ഷെ അതിനോട് ആകൃഷ്ടരായിട്ട് ഏറ്റെടുക്കുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അഖിനാറ്റൻ കൊണ്ടുവന്ന ആറ്റൻ ദേവനെ പിന്നീട് ആരും ഏറ്റെടുത്തില്ല. പക്ഷേ ആ ഒരു കൺസെപ്റ്റിനെ വലിയൊരു വിഭാഗം ആളുകൾ ഏറ്റെടുക്കുകയും ഇന്ന് ലോകത്തിൽ ഉള്ള മനുഷ്യർ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത് അത്തരത്തിലുള്ള ഒരു ഏക ദൈവത്തെയാണ്. അഖിനാറ്റൻ്റെ ആരാധനാമൂർത്തിയെ ഇല്ലാതെയാക്കിയത് മാത്രമല്ല, അദ്ദേഹം കൊണ്ടുവന്ന പല കാര്യങ്ങളെയും ഇല്ലായ്മ ചെയ്യാനും ഈ കൂട്ടർ മുനക്കിട്ടിറങ്ങുന്നുണ്ട്. തീബ് നഗരത്തിലായിരുന്നു തലസ്ഥാനം എന്ന് പറഞ്ഞു. അവിടേക്ക് തന്നെ വീണ്ടും തലസ്ഥാനം കൊണ്ടുവരികയാണ്. അതായത് ഈ അഖിനാറ്റൻ്റെ കാലഘട്ടത്തിൽ മാത്രമാണ് മറ്റൊരു സ്ഥലത്ത് തലസ്ഥാനം ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ ഒരുപാട് ഫറോമാരുണ്ട്. രസകരമായിട്ടുള്ള ഒരുപാട് ചരിത്രമുണ്ട്. ആ കൂട്ടത്തിൽ ഒരു ഫറോ ആയിരുന്നു ക്ലിയോപാട്ര, അവസാനത്തെ ഫറോ. ആ ക്ലിയോപാട്രയോട് കൂടി തന്നെയാണ് ഈ ഫറോ ഡൈനാസ്റ്റി തന്നെ, അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ ഡൈനാസ്റ്റി തന്നെ ഇല്ലാതെയായത്. ക്ലിയോപാട്രയുടെ ജീവിതം വിവരിക്കുന്ന ഒരു വലിയ സീരീസ് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഞാനത് ഫസ്റ്റ് കമൻറ്റിൽ കൊടുക്കുന്നുണ്ട്, പിൻ ചെയ്തും കൊടുക്കുന്നുണ്ട്. അത് പരിശോധിക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത്തരത്തിലുള്ള വീഡിയോ കാണാൻ താല്പര്യമുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.